ഓരോ ദിവസവും അഫ്ഫാനെ പറ്റിയുള്ള ഓരോ ന്യൂസുകളാണ് കേൾക്കുന്നത്. ഒന്നെങ്കിൽ അഫ്ഫാൻ പറഞ്ഞത്, അല്ലെങ്കിൽ അഫ്ഫാൻ്റെ ഉമ്മയ്ക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഓരോ ദിവസം അല്ലെങ്കിൽ ഉപ്പയ്ക്ക് പറയാനുള്ള ഓരോ ദിവസം ഓരോ ന്യൂസായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, പുതിയതായിട്ടൊരു ന്യൂസ് വന്നത്. അഫ്ഫാൻ പോലീസുകാരോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനല്ല പൈസ കടം വാങ്ങിച്ചതെല്ലാം ഉമ്മയാണെന്ന് പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ട്. ഇത് എന്തുമാത്രം സത്യമാണെന്ന് നമുക്കറിയണമെങ്കിൽ അത് ഉമ്മയും കൂടി ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂ. അല്ലാത്ത പക്ഷം നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാലും ഇപ്പം അഫ്ഫാൻ പോലീസിനോട് പറഞ്ഞത് ഈ ഒരു കടത്തിൻ്റെ എല്ലാം മെയിനായിട്ടുള്ളൊരു കാര്യം അമ്മയാണ് ഇതൊക്കെ എടുത്തതെന്നാണ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴത്തെ ഈ ഒരു ഉമ്മയുടെ അവസ്ഥയെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇപ്പം ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ ഉള്ള പറ്റിയ അവസ്ഥയിലൊന്നുമല്ല. ഡോക്ടർ ഈ ഒരു പോലീസുകാരോട് അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കുകയൊന്നും ചെയ്യരുത്, അവരുടെ അവസ്ഥ ഇപ്പോൾ ശരിയല്ല എന്നുള്ളൊരു കാര്യം. സോ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഈ അഫ്ഫാൻ ഈ പറയുന്നതെല്ലാം റൈറ്റാണോ റോങ് ആണോ എന്നുള്ളൊരു കാര്യം. സോ എന്നിരുന്നാലും ഇപ്പം ഏകദേശം ഉമ്മ ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസുകാർ എന്ത് ചെയ്യുന്നത്, ഏകദേശം ചിന്തിക്കുന്നത്. സോ ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ ഫർദറായിട്ട് അറിയണമെങ്കിൽ ഒരേ ഒരു ചോയ്സ് എന്ന് പറയാം, ഉമ്മ ഇതിനെക്കുറിച്ച് സത്യം പറയണം. പക്ഷേ ഉമ്മ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ കുറച്ച് മെച്ചപ്പെട്ടാൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോഴത്തേന് ഈ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. എന്നിരുന്നാൽ പോലും ചിലപ്പോൾ ഉമ്മയ്ക്കും, ചിലപ്പോഴല്ല ഇതിൽ 100% ഉറപ്പാണ് ഉമ്മയ്ക്കും എന്തൊക്കെയോ പങ്കുണ്ട്. അല്ലാതെ ഒരിക്കലും അഫ്ഫാന് മാത്രമല്ല ഒരു കടം വരുത്തി വെച്ചതും കാര്യങ്ങളൊക്കെ ഉമ്മ ഇതിനെക്കുറിച്ച് എന്തായാലും പറഞ്ഞേ പറ്റും. അതും ഈ ഒരു അഫ്ഫാൻ്റെ അച്ഛൻ ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലല്ലോ, എങ്ങനെയാണ് ഇത്രയും കടമെന്ന്. അവർക്കൊരു നോർമലായിട്ടൊരു കടമുണ്ട്, അത് വീട് വെച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് അറിയാം. പക്ഷേ ഇത്രയും കടം പെരുകി ഇത്രയും വരാനുണ്ടായ കാര്യം എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ഉമ്മയോ അല്ലെങ്കിൽ അഫ്ഫാനോ ഇതിനെക്കുറിച്ച് തുറന്ന് പറഞ്ഞാൽ മാത്രമേ പറ്റത്തുള്ളൂ. എന്നിരുന്നാൽ പോലും ഇപ്പോഴുള്ള എല്ലാവരുടെയും ഫോക്കസ് ഈ ഉമ്മയിലാണ്. ഉമ്മ ഇതിൽ ഭയങ്കരമായിട്ട് ഒരു പങ്കാളിയാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ ഒരിക്കലും ഇത്രയും കടം ആവത്തില്ല. അഫ്ഫാൻ ഈ ചെയ്തതിലെല്ലാം മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ ഈ ഒരു ചിലവ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഉമ്മ എടുത്ത കടങ്ങൾ കാര്യങ്ങളൊന്നാണെന്ന് ഇതുവരെ ഉറപ്പ് വരുത്തിയിട്ടുള്ളത്. ബാക്കിയെല്ലാം അറിയണമെങ്കിൽ ഇനിയിപ്പോൾ ഉമ്മ ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ മാത്രമേ അതിനെപ്പറ്റി അറിയാൻ പറ്റത്തുള്ളൂ, ഫുള്ള് ഡീറ്റെയിൽസ് കിട്ടത്തുള്ളൂ. അതുവരെ എന്തായാലും വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ.